Hey guys, assalamu alaikum, welcome back to my channel. അപ്പോൾ യെസ് എത്ര ഡേയ്സ് 10 ദിവസമായോ വ്ളോഗ് എടുക്കാതെ 10-15 എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അറിയാലോ ഈ ഇടയായിട്ട് റീൽസിലാണ് ബിസി. അപ്പോൾ ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ബിക്കോസ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. പിന്നെ ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് യൂഷ്വലി വ്ളോഗ് എടുക്കാറില്ല, നിങ്ങൾക്കറിയാലോ. ഐ ജസ്റ്റ് വ്ളോഗ് ഇൻ എ റോ ഫേസ്. അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി മേക്കപ്പ് ഇട്ടിട്ടുണ്ട് ബിക്കോസ് ഒരു ഓണം ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് കഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വ്ളോഗ് എടുക്കാൻ പോണത്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് ബിക്കോസ് വി ആർ ഗോയിങ് ടു മാംഗ്ലൂർ വെറുതെ പോണല്ല, മാംഗ്ലൂർ ഒരു സ്പെഷ്യൽ സംഭവം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അത് നമ്മളെല്ലാവരുമായിട്ട് പറയാം. ഇപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അങ്ങനെയല്ലേ പറയണ്ട, സോണുണ്ടെങ്കിൽ കറക്റ്റ് ആക്കി ഞാൻ തെറ്റുണ്ടെങ്കിൽ. അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറി നമുക്ക് ചെയ്യണം. അപ്പോൾ സോണു ഓൾറെഡി പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പിന്നെ ഷൂട്ടിലായത് കൊണ്ടിട്ട് കുറച്ച് ലേറ്റായി. ഷൂട്ട് കഴിഞ്ഞിട്ട് എബുനെ ഞാനിപ്പോൾ ഫീഡ് ചെയ്ത് ഉറക്കി. ഉച്ചയാണിത് ആക്ച്വലി. ഞാൻ അവനെ ഉറക്കിയിട്ട് നല്ല വയറിനറിച്ച് ചിക്കൻ കറിയും ചോറ് കഴിച്ച്, ചിക്കൻ കഴിച്ച് ഷുഗർ കഴിച്ച് ഇപ്പോൾ ആക്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ ഇടയായിട്ട് ടീനേജിൽ വന്നതാണ് ആക്ച്വലി. പിന്നെ ഈ ഇടയായിട്ട് എനിക്ക് ആക്നെസ് ഭയങ്കര കുറവായിരുന്നു. ഇപ്പോൾ ഒരു 1 to 2 weeks ആയിട്ട് ആക്നെ വരുന്നുണ്ട് ബിക്കോസ് ഐ ഈറ്റ് ലോട്ട് ഓഫ് ജങ്ക്. പുറത്തത്തെ ഫുഡൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട്. പായസം, സ്വീറ്റ് അങ്ങനെയൊക്കെ കഴിക്കണം. സ്വീറ്റ് കഴിക്കുമ്പോൾ യൂഷ്വലി അറിയാലോ ഇങ്ങനെ വരും നമുക്ക്. അപ്പോൾ മേക്കപ്പ് ഈസ് ഗുഡ്. ഇപ്പോൾ പോയി മൊത്തത്തിൽ ഇതായിപ്പോയി. വെയിലത്തൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂഷ്വലി ഈ കണ്ണ് ഇങ്ങനെ കൺമഷ് താഴെ എഴുതാറില്ല. അപ്പോൾ ഒരു ചിങ്കി ലുക്ക് ഉണ്ടാവും. ഇന്നത് കുറച്ച് മാറിയെന്ന് തോന്നുന്നു കണ്ണ് താഴെ എഴുതിയപ്പോൾ. എഴുതാലെല്ലാം എന്താ എന്ന് പറഞ്ഞ മലയാളം മൊത്തം പോണല്ലേ. എന്തിനാ എഴുതില്ലായിരുന്നോ, കഴുകി കഴിയുമ്പോൾ ഭയങ്കര താഴെയൊക്കെ ഭയങ്കര ബ്ലാക്ക് ആയിരിക്കും ഒരു 2 days. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല, അങ്ങനെ ഞാൻ എഴുതാറില്ല. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് പാക്കിംഗ്. അപ്പോൾ വേറെ കാര്യമൊന്നും പറയാമെന്നില്ലല്ലോ, അത് തന്നെ. എന്തിനാ മാംഗ്ലൂർ പോണേന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ബേബി നല്ല ഉറക്കമാണ്. ബേബി അല്ല, ഹസ്ബൻഡ് ബേബി ഭയങ്കര ഉറക്കമാണ് ബിക്കോസ് നൈറ്റ് ഫുൾ ഇന്ന് ഡ്രൈവ് ചെയ്യണം. നമ്മൾ നൈറ്റ് വിട്ടാൽ രാവിലെ എത്തുള്ളൂ. സോ അപ്പോൾ നമുക്ക് പാക്കിംഗ് തുടങ്ങാം അല്ലേ. ഞാനിപ്പോൾ എൻ്റെ റൂമിലാണ്. എബുൻ്റെ ഡ്രസ്സൊക്കെ അപ്പോൾ തലമാരിയിലാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് എൻ്റെ ഡ്രസ്സും എടുത്തിട്ട് വി ആർ ഗോയിങ് ഫോർ ജസ്റ്റ് 3 days. 3 days നമ്മൾ റിട്ടേൺ വരും. 16th റിട്ടേൺ വരും. 17th എത്തണം ബിക്കോസ് 17th ബേബിയുടെ ഒരു ഷൂട്ടുണ്ട്. ഗീവ് എവിടെ അനൗൺസ്മെൻ്റ് ആണെന്ന്. സോ അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. So guys, I'm gonna pack Ebron's dress from here. ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈസിയാണ്, അങ്ങനെ ഹാങ് ആക്കും. നമുക്ക് ഏതിടണമെന്ന് അറിയാൻ പറ്റും, ഏതെടുക്കണമെന്ന് അറിയാൻ പറ്റും. ഇവിടെ താഴെയുള്ള തല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ തല തിരിയണില്ല ഗൈസ്, ഫുൾ ഫിക്സ്ഡ് ആയിരിക്കും. സോണു സൈഗുണ്ടെ പാക്ക് ചെയ്ത്, സൈഗുണ്ടെ എബ്രോന്റെ ഡ്രസ് ഈ അലമാരിലാണ് പുറത്തിടുന്നത്. അപ്പോൾ അത് പാക്ക് ചെയ്യാൻ നമ്മൾ ഉമ്മമാർ ചെയ്യണ്ടേ, അവർക്ക് തന്നെ ചെയ്യാൻ അറിഞ്ഞൂടല്ലോ. സുനു തന്നെ ചെയ്യും. എന്താ ആജീനും ഈ ടീഷർട്ട് അടിപൊളി ആയിരിക്കും. ഇപ്പോൾ കൈ പിടിച്ചത് കളർ വേണ്ട, അത് രണ്ടും ലൈറ്റ് ആയി പോകാൻ, അതും ഓക്കെ ആയിരിക്കും. ഇതില്ലെങ്കിൽ അത് കളർഫുൾ വേണം. ആ ബ്ലൂ ജീനിന്റെ ഒപ്പം വേണ്ട, ഒരേപോലെ ആയിരിക്കും. അതില്ലെങ്കിൽ ഇത് അല്ല ഗൈസ്, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ. സൈഗിന് ഈ പാന്റിന്റെ കൂടെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇത് പോവും, ഒന്നില്ലെങ്കിൽ ഇത് പോവും, ഒന്നില്ലെങ്കിൽ ഇത് പോവും. സൈഗുനും എബ്രൂനും പുതിയ ഡ്രസ് കുറെ ഉണ്ട്, പക്ഷെ അത് ചെറുതായി പോകുന്നാണ് ഡൗട്ട്. ബിക്കോസ് നമ്മൾ പുറത്തു പോവാറില്ല ഈ ഇടയായിട്ട്. ഫുൾ എടുത്ത് വെച്ചിട്ട് ചെറുതായി പോകും ഗൈസ്. ഇതാ നല്ല നല്ല ഡ്രസ്സൊക്കെ എടുത്തു. ഇന്നലെ പിന്നെ നമ്മളെ സ്റ്റാഫ്, നമ്മുടെ ഓഫീസിലുള്ള സ്റ്റാഫ് സൈഗിനും എബ്രൂനും ഡ്രസ് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ആതിര. അപ്പോൾ ആതിര ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. രണ്ടും എടുത്തോ, രണ്ടും ഇടല്ലോ.
അവിടെ കാണുന്നത് ഫുൾ എബുണ്ടായ ഷൂസ് ആണ് ഗൈസ്. ഞാൻ ഡ്രസ്സൊക്കെ കൊടുക്കാറുണ്ട്, പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത്. ഡ്രസ്സ് ഇങ്ങനെ ഇടുന്തോറും അവന് വേറെ പിള്ളേർക്ക് ഞാൻ കൊടുക്കും. പക്ഷെ ഷൂസ് ഞാൻ ഓർമ്മക്കായി അവന്റെ കല്യാണം വരെ എടുത്തു വെക്കാന്നാണ് എന്റെ ഒരു അതന്നെ. അവന്റെ കല്യാണം വരെ എടുത്തു വെച്ചിട്ട് അവന്റെ ബേബീസിന് കൊടുക്കാം. അപ്പൊ ട്രെൻഡൊക്കെ മാറിയിട്ടുണ്ടാവും. ആ ബേബി പറയൂ ഈ അമ്മൂമ്മക്ക് എന്താണ് പണ്ടത്തെ സ്റ്റൈലൊക്കെ ആണല്ലോ തരുന്നത്. ഞാൻ പറയൂ നിന്റെ തന്തയുടെയാ ഇത്, നിന്റെ വാപ്പിടെയാടാ ഇത് ഇട്ടോന്ന്. അപ്പോ എബുന്റെ ഡ്രസ്സും നമുക്ക് എടുത്ത് വെക്കാം. ഞാൻ ചവിട്ടുണ്ടോ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചോ. ഈ ഡ്രസ് ഇതെടുക്കട്ടെ. എടുത്തോ, നല്ലതെന്ന് തോന്നുന്നതൊക്കെ എടുത്തോ. ഷോർട്സ് നിങ്ങൾക്ക് ഇട്ടിട്ട് പോലും ഇല്ല, കുറെ ദിവസം ഇതൊക്കെ എടുത്തിട്ട്. ഇപ്പൊ ആവോ പക്ഷെ ആവോല്ല. ഷർട്ടൊക്കെ ഇടുവോ ആവോ. നമ്മള് വീട്ടില് 3 days ആണ് പ്ലാൻ. പക്ഷെ ആ 3 days നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടാവൂല. ഓരോ ഡേയും നമുക്ക് പ്ലാൻ ഉണ്ട്. കസിൻസിനെ കാണാനുണ്ട്. പിന്നെ എന്റെ ഗ്രാനും ഗ്രാൻഡ്പ ഹജ്ജ് കഴിഞ്ഞ് വന്നാണ്, അവരെ കാണാൻ പോയിട്ടില്ല. പിന്നെ നമ്മൾ എപ്പോഴും സിയാർത്ത് പോണ ഒരു സ്ഥലമുണ്ട് ബാബാപുണങ്കേരി, നിങ്ങൾക്കറിയാം, ചിക്ക്മാംഗ്ലൂരിൽ. അവിടെ പോകണം. സോ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഈ 3 days എന്തൊക്കെ നടക്കും അറിഞ്ഞൂടാ. അതന്നെ. പിള്ളേർക്കാണെങ്കിൽ പിള്ളേർ വന്നാൽ തന്നെ വീട്ടിലിരിക്കാനാണ്. സൈഗൊക്കെ ഔട്ട് പിള്ളേരായിട്ട് കളിക്കാനാണ് ഇഷ്ടം. ഈ 3 days പുറത്താന്ന് അവനറിഞ്ഞ് ഇപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ് മാംഗ്ലൂർ പോണെന്ന് പറയുമ്പോൾ. ഇപ്പൊ ഈ 3 days പുറത്താന്ന് അവനറിഞ്ഞ ഫുൾ ഷോക്കായിരിക്കും. ഇന്ന് സോനു ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ പറയണ്ടായിരുന്നു, നീ തന്നെ പറഞ്ഞോണ്ടെടുത്ത്, ഞാൻ പറയണില്ല. ബിക്കോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങും. എന്താ മച്ചുമ്പോ അങ്ങനെ ഞാൻ വന്നില്ല, ഞാൻ വീട്ടിലിരിക്കുക അതുപോലെ. ഞാൻ പറയൂല, അവിടെ എത്തിയിട്ട് അറിയാൻ മതി. ഇതൊക്കെ എപ്പോ എടുത്താന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അതെടുത്തോ. എഴുന്നേക്കാനുള്ള ശക്തിയിലായിരിക്കും ജീനൊക്കെ എടുക്കണ്ടേ. ഞാൻ പിള്ളേരെ വിളിച്ചിട്ടില്ല സ്കൂളിൽ. ഓക്കെ ബൈ. സോളിന് ഫുൾ ഓട്ടാണ്. അപ്പൊ അതെടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് എടുക്കണ്ടേ? ഒരു okay. അപ്പൊ I think this is enough. മൂന്ന് സ്ഥലത്ത് പോവാൻ ഇത് മതി തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, നേരത്തെ അവിടെ സോണി ഇരുന്ന് കൊണ്ടിട്ട് ഞാൻ കുറച്ച് ഇതാക്കി. എന്താണ് ഓക്കെ, this is fine. Yeah. അപ്പൊ എബുന് ഞാൻ എടുത്തത് കാണിച്ചു തരാം. ഇതെടുത്തു. അയ്യോ, കയ്യിൽ ഇതാക്കാൻ പറ്റൂല, ചെറിയ ഹാങ്കർ ആയത് കൊണ്ടിട്ട്. ദിസ് വൺ 2 ഷോർട്ട് ആൻഡ് ഇതൊക്കെ എടുത്ത് ഗൈസ് ഇടുമ്പോ കാണാലോ അല്ലേ. അപ്പൊ ഇതിന്റെ ഹാങ്കേഴ്സ് ഒക്കെ മാറ്റിട്ട് വേണം എനിക്ക് മടിക്ക് വെക്കാൻ. പോരാന്നുണ്ടെങ്കിൽ ഐ വിൽ കം ബാക്ക് ആൻഡ് ടേക്ക് മോർ. അപ്പോ അതിന്റെ ബ്രീഫ് എടുക്കാം. ഓക്കെ ഗൈസ്, നിങ്ങളൊക്കെ എങ്ങനെയാണ്? ലൈക്ക് ഇപ്പൊ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് നേരത്തെ എല്ലാം ചെയ്ത് വെക്കോ അല്ലെങ്കിൽ ആ ഡേ ആണോ ചെയ്ത് വെക്കണം? ഞാൻ സംടൈംസ് നേരത്തെ ചെയ്ത് വെക്കും, ബിഫോർ നൈറ്റ് ചെയ്ത് വെക്കും. നാളെ പോകണമെങ്കിൽ ഇന്ന് ചെയ്ത് വെക്കും. സംടൈംസ് ഈ ഇടയായിട്ട് എനിക്ക് ടൈം കിട്ടാറില്ല, ലിറ്ററലി ബിസി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ എപ്പോഴും ഓർക്കിട്ടാണ് ഈ ഒരു മൊമെന്റിൽ ചെയ്യണത്. ഇതൊക്കെ മേടിച്ചിട്ട് കുറേ ആയി, പക്ഷെ പുറത്തു പോകണില്ല, വളരെ കുറവാണ് ഇപ്പോൾ പുറത്തു പോകണം. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് വീട്ടിലും ഇടാൻ പറ്റൂലല്ലോ പിള്ളേർക്ക്, പുറത്തു പോകുമ്പോഴല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതേത് പാൻറ്റിൻ്റെ കൂടെ എന്തിടണമെന്നൊരു പ്ലാൻ ഇല്ല, ജസ്റ്റ് റാൻഡംലി എല്ലാം എടുത്തിട്ടുള്ളൂ ഞാൻ. ചിലത് ബേബി ചില ടൈമിൽ പർച്ചേസ് ചെയ്യുവേ, എന്നിട്ട് ഇടാൻ സമ്മതിക്കൂല, വേണ്ട കൊള്ളൂല എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇപ്പം സുനും സൈഗ് വരുമ്പോൾ സൈഗുണ്ട് ഇപ്പം സോനു കൊണ്ടുപോയല്ലോ, ഇനി സുനു എടുത്ത് വെക്കും. പക്ഷെ സുനു ലാഗ് അടിക്കും, അതാണ് പ്രശ്നം. സുനു പതുക്കെ ചെയ്യോളൂ. ഇപ്പം ബേബി പറഞ്ഞിട്ടുണ്ട് ഉറങ്ങി എണീക്കുമ്പോൾ
നമ്മളെല്ലാവരും റെഡി ആയിരിക്കണം. സോ എനിക്കിനി എന്താ പണി, എബുൻ്റെ ഡ്രസ്സ് എടുത്ത് വെക്കണം, എൻ്റെത് എടുത്ത് വെക്കണം. എൻ്റെത് ഓൾറെഡി ഞാൻ പ്ലാൻഡ് ആണ് എന്തെടുക്കണം. ബിക്കോസ് ഞാനും സോനും ഒരേപോലെ ഇടാനാണ് ഡിസൈഡ് ചെയ്തേക്കുന്നത്. നമ്മൾ വയനാട്ടിൽ നിന്ന് പുതിയ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ പീകോക്കിൽ നിന്ന്, അതിടാനാണ് പ്ലാൻ. 2 സൽവാർ, പിന്നെ ഒരെണ്ണം വേറെ എന്തെങ്കിലും എടുക്കും. അപ്പോൾ സോനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെടുക്ക്, ഇനി എപ്പോഴും ഇടൂല, ഇപ്പം ഇടാൻ പോകുമ്പോൾ എന്ന്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പുറത്തായിരിക്കുമെന്ന്. പുറത്ത് പോകുമ്പോൾ 2 ദിവസം സെയിം ഇടാനാണ് പ്ലാൻ. അപ്പോൾ ആ 2 സൽവാറും വേറൊരു ഡ്രസ്സ് 3 ഡേയ്സിൻ്റെ. അപ്പോൾ പിന്നെ വീട്ടിലിടാനുള്ള നൈറ്റ് ഡ്രസ്സൊന്നും ഞാൻ എടുക്കൂല. വീട്ടിൽ മമ്മൻ്റെ എങ്ങനെ ഇട്ടോളൂ, എല്ലാം കൊണ്ടുപോകാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് പാക്ക് പിന്നും ഫൈൻ, അൺപാക്ക് ചെയ്യൂലേ വന്നിട്ട്, അതാണ് ഭയങ്കര മടി, ദേഷ്യം വരും. അപ്പോൾ എബുൻ്റെ എടുക്കാം. എബുന് ഡ്രസ്സ് എടുക്കുമ്പോൾ ഞാൻ ഈ ഹാങ്കേഴ്സും എടുക്കും. ഹാങ്കേഴ്സിൻ്റെ കൂടെയാണ് പർച്ചേസ് ചെയ്യണത്. ബിക്കോസ് ഞാൻ ഹാങ് ആക്കണതാണ് എനിക്കിഷ്ടം. ഹാങ് ആക്കുമ്പോൾ അടിപൊളിയാണ് ഡ്രസ്സ്, ഇതാവൂല, ഇങ്ങനെ ചുളിഞ്ഞിരിക്കൂല. പിന്നെ നമുക്കറിയാൻ പറ്റും ഏതാണ് ഇടണ്ടേ എങ്ങനെ. ഇപ്പം എൻ്റെ ഡ്രസ്സൊക്കെ മടക്കി വെക്കണോണ്ടിട്ട് പകുതി എല്ലാം ഉള്ളിൽ ഞാൻ ഇടാതിരിക്കും. ഓക്കെ, ക്യൂട്ടല്ലേ ബ്രീഫ്. ഓക്കെ, 2 3 എടുത്തിട്ടുണ്ട്. ജീൻ എടുക്കാം. എല്ലാം ഈ പ്രാവശ്യം ഞാൻ ജീനാണ് എടുത്തിട്ടുള്ളത്. ബിക്കോസ് അവൻ ജീൻ കുറവാണ് ഇടണേ. ഇനി കുറച്ച് ജീൻ ഇടാമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇതിൻ്റെ കൂടെ പോകും. ഇത് ആ ഷർട്ടിൻ്റെ കൂടെ പോവും, ഇതിൻ്റെ കൂടെ പോവും, ടീഷർട്ടിൻ്റെ കൂടെ പോവും. ഓക്കെ, ഇത് 2ൻ്റെ കൂടെ ഇത് പോവും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ, ഏതായിരിക്കും നല്ല കോമ്പിനേഷൻ. ഇത് ഓക്കെ, ഞാൻ ചെയ്യാം. 1 2 3 പുറത്തിടാനുള്ള 3 ഡ്രസ്സ് മതി. ഓക്കെ, എപ്പോൾ ഞാൻ വീട്ടിലിടാനുള്ളത് എടുക്കും, അത് വെറുതെ കാണിക്കണ്ടല്ലോ. ഇനി എൻ്റെ ഡ്രസ്സും ഞാൻ പാക്ക് ചെയ്യാം. ഓക്കെ, എബുന് എക്സ്ട്രാ 2 ഡ്രസ്സ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. യെസ് ഗൈസ്, അവനെ മടക്കി വെച്ചിട്ടൊക്കെ കഴിഞ്ഞു. പകുതി വെച്ചിട്ട് എബ്രു എണീറ്റായിരുന്നു. സോ അവനെ പോയി ഫീഡാക്കി വീണ്ടും എടുത്തിട്ടുണ്ട്. ഐ വാസ് പ്രേയിങ് എൻ്റെ എല്ലാ പണി കഴിഞ്ഞിട്ട് എണീറ്റാൽ മതിയെന്ന്. പക്ഷെ അവൻ്റെ ഉറക്കം കഴിഞ്ഞിട്ടില്ലായിരുന്നു. സോ ഹീ സ്ലെപ്റ്റ് അഗെയിൻ. അപ്പോൾ ഇനി അടുത്ത് എനിക്കിട്ട് ഉറക്കം കഴിഞ്ഞിട്ടായിരിക്കും. അത് എണീച്ചിട്ട് വേണം അവൻ്റെ ഫുഡ് കൊടുക്കാൻ അവന്. അപ്പോൾ അതിന് മുമ്പ് ഐ ഹാവ് ടു ഫിനിഷ് ഇറ്റ് ഓഫ്. അപ്പോൾ ഇനി പാക്കിംഗ് ആണ്. സോ മൈ ബെഡ് ഇതിലാണ് ഞാൻ പാക്ക് ചെയ്യാൻ പോണേ എൻ്റെ എബ്രുൻ്റെ. അപ്പോൾ ഞാൻ 2 ഡ്രസ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി പറഞ്ഞാൽ ഏതെടുക്കണമെന്നൊരു കൺഫ്യൂഷൻ. ഒരു സൈഡിൽ എൻ്റെയും ഒരു സൈഡിലും എബ്രുണ്ട്. ഇനിയും സ്പേസ് ഉണ്ടെങ്കിൽ ആരെങ്കിലും തന്ന അങ്ങനെ വെക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, 2 സൽവാർ. ഇനി നമുക്ക് ഇപ്പുറത്ത് എബ്രുണ്ട വെക്കാം. ആക്ച്വലി ആ ബാഗ് വലുതാണ്, അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് 2-3 ബാഗ് ആക്കണ്ടല്ലോ. അപ്പോൾ ഞാനിനി എന്താ എടുക്കണ്ടേ? ഐ എം നോട്ട് പ്ലാനിങ് ടു ടേക്ക് മേക്കപ്പ് വേണ്ട, സോനു നോക്കി എടുക്കും, അതൊക്കെ മതി. ആൻഡ് എക്സ്ട്രാ എബുനു ടോക്കി എടുക്കാം. ഓക്കെ, എബുൻ്റെ ടോക്കി. എബ്രുവിൻ്റെ ടോയ്സ് ഞാൻ വേറെ ബാഗിലായിരിക്കും വെക്കണം, എൻ്റെ ഹാൻഡ് ബാഗിലായിരിക്കും വെക്കണത്. കുറേ എടുക്കൂല, 2-3 ടോയ്സ് അവിടെ മമ്മ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇനി ഇതിൽ കയറ്റാൻ എന്തെങ്കിലും ഉണ്ടോ? മൈ ഡ്രസ്, ലോണ്ട്രീസ്, എബുൻ്റെ ഡ്രസ്, ഹിസ് ഇന്നർ വേസ്, എബുൻ്റെ ഷൂ, എക്സ്ട്രാ ഷൂസ് ഇനി ഇടാനുള്ളതല്ലാതെ എക്സ്ട്രാ ഷൂസും അതിൻ്റെ ഉള്ളിൽ വെക്കാം. 1 2 3 4 5 ഷൂസ് ഞാൻ എടുക്കുന്നുണ്ടാവുന്നേ. ഇതിപ്പോൾ അവൻ്റെ കോസ്റ്റ്യൂമിന് മാച്ച് ആയിട്ട് ഇപ്പോൾ പോകുമ്പോൾ ഇടാനാണ്.
എനിക്ക് ഈ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഓർഗനൈസ്ഡ് പേഴ്സൺ. അപ്പോൾ സോ ഐം ബാക്ക്. അപ്പോൾ ഒരു ജീനും ഒരു ടീഷർട്ട് എടുത്തിട്ട് മോസ്റ്റ് പ്രൊബാബ്ലി ഇത് ലാസ്റ്റ് ഡേ ആയിരിക്കും ഇടാൻ പോണേ. അന്ന് പ്രത്യേകിച്ച് വലിയ പ്ലാനൊന്നും ഇല്ല, ജസ്റ്റ് ഔട്ടിങ് ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. രണ്ടും ഒട്ടും മാച്ച് ഇല്ല ഐ നോ, ബട്ട് സ്റ്റിൽ നമുക്ക് ഓക്കെ കംഫർട്ട് അനുസരിച്ചിട്ട് അതെടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ 3 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ചപ്പൽ, ഒരു ഹീൽസ് എടുക്കും ആൻഡ് 1 ഷൂസ്. ഇനഫ്, മോർ ദാൻ ഇനഫ്. അപ്പോൾ അവിടേക്ക് എൻ്റെ പാക്കിങ് കഴിഞ്ഞു. സോ ലെറ്റ് മീ ക്ലോസ് ഇറ്റ്. ഓക്കെ ഓക്കെ അപ്പോൾ വലിയ ബാഗ് ഞാൻ പാക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സ്മോൾ ബാഗാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോണേ, ഹാൻഡ് ബാഗ്. ഇതെൻ്റെ സീറ്റിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ വെക്കും. വലിയ ലഗേജ് ബാക്കിലോട്ടാണ് വെക്കണം. അപ്പോൾ അതിൽ മെയിൻ ഞാൻ പാമ്പേഴ്സ് എടുക്കണം, ഐ മീൻ ഡൈപ്പേഴ്സ് എടുക്കുന്നുണ്ട്. നമ്മൾ വലിയ പാക്കറ്റാണ് ഞാൻ ഓർഡർ ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് മാറ്റിയിട്ട് നമ്മൾ ചെറിയ പാക്കറ്റിലോട്ടാക്കാം. എല്ലാം കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ, ഇത് ഗോയിങ് ഫോർ 3 days. അപ്പോൾ അതിനാവശ്യമുള്ള പാമ്പേഴ്സ് എടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു ചെറിയ കവറിലാക്കാൻ പോകാം. എക്സ്ട്രാ. ഇനി വെറ്റ് വൈപ്സ്. പിന്നെ 2-3 ടോയ്സ്. ആക്ച്വലി ഹി ഡസൻ പ്ലേ ഇൻ ദിസ് ടോയ്സ്. ഈ ടോയ്സിലൊന്നും അവൻ കളിക്കൂല, അവന് വേറെ വൈബാണ്. വേറെ എന്തെങ്കിലും കിട്ടിയാൽ അവൻ കളിക്കും അതിൻ്റെ കൂടെ. അപ്പോൾ ടോയ്സൊക്കെ വേസ്റ്റാണ്. അപ്പോൾ കാറിൽ പോകുമ്പോൾ തൽക്കാലം ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാഗിൽ ഞാൻ വെക്കാൻ പോകുന്നത് കുറച്ച് ടർക്കീസ്, ഐ മീൻ ടവൽസ് ആണ്. അവൻ്റെ ഫേസ് ഒക്കെ വൈപ്പ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ 2 ടവൽസ് അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ ബോട്ടിൽ ഞാൻ ഇതിൽ വെക്കും, സിപ്പ്. അത് ഞാനിപ്പോൾ തിളച്ച വെള്ളത്തിലിടാൻ വെച്ചേക്കുക, സ്റ്റീം ആക്കാൻ, ഐ മീൻ ഓക്കെ ബോയിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിൽ വെക്കാൻ. അതെടുത്തിട്ട് പിന്നെ ഞാനവന് ഫുഡ് കൊടുത്തിട്ട് നൈറ്റ് ഇറങ്ങുകയുള്ളൂ. അപ്പോൾ ഫുഡ് ക്യാരി ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് രാവിലെ നമ്മൾ അവിടെ എത്തിയിട്ട് കൊടുക്കാമല്ലോ. പിന്നെ ബോട്ടിൽ എടുത്ത് പിടിക്കാം നമുക്ക്. ദാറ്റ്സ് ഇറ്റ്. ഈ ബാഗിൽ ഇത്ര മതി. അപ്പോൾ എൻ്റെ ബാഗിൽ ഫുള്ള് മോൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഒന്നുമില്ല. നൈസ് ബാഗല്ലേ. അപ്പോൾ ഐ എം ഡൺ വിത്ത് പാക്കിങ്. ഇനി നമുക്ക് എപ്പോഴും പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. വളരെ കംഫർട്ടായിട്ടുള്ള ഷോർട്ട്, H&M എന്നാണിത്. ഷോർട്ട്സ് ആൻഡ് ടീഷർട്ട്സ്. ഇത് കോംബോ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ബ്രൗൺ ഷൂസ്. ഓക്കെ, ഇതാണ് അവൻ ഇടാൻ പോണ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നുണ്ടായോ? പക്ഷെ അതെടുത്തില്ലല്ലോ, ഇതെടുത്തില്ലല്ലോ. പിന്നെ എബ്രുവിൻ്റെ മെഡിസിൻസ് ഒന്നും ഞാൻ ക്യാരി ചെയ്യണില്ല, ബിക്കോസ് ഹീസ് ഫൈൻ നൗ, അൽഹംദുലില്ലാ. ലാസ്റ്റ് വീക്ക് അവന് കുറച്ച് പനി കോൾഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. പിന്നെ 2-3 days അല്ലേ, ഐ ഹോപ്പ് ഹീൽ ബി ഫൈൻ. പിന്നെ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കുക, വെറുതെ എല്ലാം ക്യാരി ചെയ്യണ്ടല്ലോ. സംടൈംസ് ഇറ്റ് ലീക്സ്, അപ്പോൾ അതും പ്രശ്നമാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് അല്ലേ. എന്തോ മറന്ന പോലെ, ഇതെപ്പോഴും ഉള്ളത് എപ്പോഴും തോന്നുന്നു മറന്ന പോലെ. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി എൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എവിടെയെങ്കിലും ഇറങ്ങണ മുമ്പും എവിടെന്നെങ്കിലും പോയി വീട്ടിൽ വന്നിട്ടും എനിക്ക് അടിച്ച് തുടച്ച് ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മടക്കി വെച്ച് ഫുൾ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് പുറത്തിറങ്ങാൻ, ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ പാക്കിങ് കഴിഞ്ഞ സ്ഥിതിക്ക്, എണിക്കാത്ത സ്ഥിതിക്ക് ഐ എം ഗോയിങ് ടു ക്ലീൻ ദ എൻറ്റയർ ഹൗസ്. എന്നിട്ടാണ് ഇറങ്ങാൻ പോണേ ഗൈസ്. അപ്പോൾ നല്ല ചോറും ചിക്കൻ കറി കഴിച്ചുകൊണ്ട് നല്ല എനർജി ഉണ്ട്. സോ ലെറ്റ്സ് ക്ലീൻ ദ ഹോം. ഓക്കെ, അപ്പോൾ നമുക്ക് വീടൊന്ന് വൃത്തിയാക്കാം. സൈഡിൻ്റെ ബാഗ് പാക്കാക്കി. നേരത്തെ എടുത്ത ഡ്രസ്സുകളില്ലേ മാളിന്ന്, അതെല്ലാം ഇതിലാക്കി.
ഇനി എൻ്റെ ബാഗ്, എൻ്റെ എപ്പോഴുള്ള ബാഗാണ് യെല്ലോ ബ്ലാക്ക്. എൻ്റെ ഫേവറേറ്റ് ബാഗ് എന്ന് പറയാം. എന്താണ് ഇവിടെ ഈ കളർ ബാഗ്, ഈ കളറിൽ ഈ ബാഗ് എടുത്തില്ലെങ്കിൽ എന്തോ പോലെ. അപ്പോൾ മഷു അവിടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ എബ്രോ ഇറങ്ങണമായിരുന്നു. എബ്രോ എഴുന്നേറ്റ് ഇനിയിപ്പോൾ അവന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് അവിടെ കിടത്തി ഫുഡ് കൊടുക്കാമെന്ന് പോയപ്പോൾ അവന് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു മൂഷാട്ടം ഉണ്ടാവില്ല, ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഇറിറ്റേറ്റ് ആയിട്ട്, അങ്ങനത്തെ സ്വഭാവത്തിൽ അങ്ങനെ ഇരിക്കണേന് ഇപ്പോൾ അവിടെ. ആ ടൈമിലപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ എൻ്റെ ഈ സാധനങ്ങളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞു, എടുത്ത് വെക്കൽ പിടിക്കൽ. അപ്പം ഞാനിപ്പോൾ ഇട്ടുകൊണ്ട് പോണ ഡ്രസ്സ് അങ്ങനെ തന്നെ ഇവിടെ വെറുതെ വെച്ചേക്കണേ. ആ കോട്ട് സെറ്റിന് പീക്കോക്കിൽ നിന്ന് മേടിച്ചില്ലേ. പിന്നെ അതേ മഷുവിൻ്റെ ആ മജന്ത കളറിൻ്റെ ഗ്രീൻ കളർ, മജന്ത അല്ലല്ലോ, ഒരു ലാവൻഡർ കളറാണോ, ആ കളറിൻ്റെ ബാഗ്. അപ്പോൾ ഈ ബാഗിലോട്ട് നമുക്ക് എടുത്ത് വെക്കാം. സുനു ഇവിടെ സുനുവിൻ്റെ പാക്ക് ചെയ്യണുണ്ട്, സുനുവിൻ്റെ മേക്കപ്പ് ഐറ്റംസ് എടുത്ത് വെക്കണുണ്ട്. അപ്പോൾ ഈ ബാഗിലോട്ട് നമുക്ക് ഞാൻ ഒരു സൈഡിൽ പുറത്തിടുന്നത്, ഒരു സൈഡിൽ വീട്ടിലിരുന്ന് അങ്ങനെ ഇടും. ഈ സൈഡിലോട്ടൊക്കെ അങ്ങോട്ട് പാക്ക് ചെയ്ത് വെക്കാം. ഒരു കോഡ് സെറ്റ് ഞാൻ വേറെ കളർ ഇപ്പം ഇട്ടുകൊണ്ട് പോകണതിൻ്റെ കോഡ് സെറ്റിൻ്റെ തന്നെ ഗ്രീൻ കളർ അന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ വീഡിയോയിൽ. അതെടുത്ത് ഇന്നേഴ്സിൻ്റെ കളർ 2 നൈറ്റി എടുത്തോളൂ. ആദ്യം ദിവസം ഇല്ലാത്തതുകൊണ്ട് 2 നൈറ്റി. ഒരു നൈറ്റി ഇട്ടിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കുളിച്ച് മാറുമ്പോൾ തന്നെ ഈ നൈറ്റ് ഇടും. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ ഈ നൈറ്റ് വാഷ് ചെയ്തിട്ട് ഈ നൈറ്റ് ഇടും. അതിൻ്റെ പിറ്റേ ദിവസം ഈ നൈറ്റിനെ റിപ്പീറ്റ് ചെയ്യും. കഴിഞ്ഞു. അധികം എടുക്കണ്ടല്ലോ, 3 ദിവസമല്ലേ നിൽക്കണുള്ളൂ. അതൊരു അല്ലെങ്കിൽ ഒരു കുന്നെടുക്കണത് ഞാൻ കുറേ ദിവസം പോകണമെങ്കിൽ എല്ലാ ദിവസത്തേക്കും ഓരോന്നെടുക്കും. 6 ദിവസം ഉണ്ടെങ്കിൽ 6 നൈറ്റ് എടുക്കും. പക്ഷേ ഈ ബാഗ് തട്ടിയില്ല, അതാണ് പ്രശ്നം. അയ്യോ ശ്വാസം മുട്ടണം എനിക്ക്, തടി വെച്ചിട്ട് ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ കഴിഞ്ഞ് അത്രേ ഉള്ളൂ, 3 ദിവസമല്ലേ ഉള്ളൂ. എല്ലാ ദിവസവും ഓരോ പരിപാടിയും കാര്യങ്ങളുണ്ട്. ഇന്നേഴ്സിൻ്റെ കവർ വെക്കും, മേക്കപ്പിൻ്റെ കവർ സുനു എടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സുനിൽ എബുവിൻ്റെ സൗണ്ട് കേൾക്കണുണ്ടോ, കരയണം, ഭയങ്കര വൈലൻ്റായിട്ട് കരയണമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ലെന്നാണ് വിചാരിക്കണം. എന്നാലും ഞാൻ ബാഗ് പൂട്ടല്ല, എന്തെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാവും. സൈഡുവിൻ്റെ റെഡി, എൻ്റെ റെഡി, അങ്ങനെ ഞങ്ങൾ 2 പേരും റെഡി ആയിട്ടുണ്ട്. നോക്കട്ടെ. എബുവിൻ്റെ മൂടെന്തോ ശരിയല്ല. നിങ്ങളിപ്പോൾ പിള്ളേർക്കായാലും ഉണ്ടാവില്ല ഒരു ഏനക്കയുടെ ഉറക്കത്തിൽ കറക്റ്റായിട്ട് ഉറങ്ങി എഴുന്നേക്കാട്ടാണല്ലോ. ഒരു പ്രാവശ്യം എഴുന്നേറ്റായിരുന്നു, പിന്നെ കിടന്ന് ഉറങ്ങിയതാണ്. അപ്പം ഒറ്റയ്ക്ക് സംസാരിക്കാണ്ട് ഒന്നുമില്ല. അപ്പം എൻ്റെ പാക്കിങ് കഴിഞ്ഞ് ഇനി സുനുവിൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. സുനു അവിടെ മേക്കപ്പ്, സുനുവിൻ്റെ സാധനങ്ങൾ, ഡ്രസ്സുകളെല്ലാം വെക്കാറുണ്ട്. ഇനി എല്ലാം ഒന്ന് സോർട്ട് ചെയ്തിട്ട് കാണാം. അങ്ങനെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. എബ്ബു എണീച്ച ആ ടൈമിൽ. അപ്പോൾ ആ ടൈമിൽ സോണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കണതാണ്. ഇവിടെ ബേബി തകർത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവനിങ് ആണ് എണീറ്റ് ഫുഡ് കഴിക്കുന്നത്. എങ്ങനെയുണ്ട് കറി? നല്ല ഉണ്ടല്ലേ, എനിക്കും ഇഷ്ടമായി. പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല വയറിറിച്ചലായിരുന്നു. എനിക്കിങ്ങനെ ഇഷ്ടം. ബേബി കഴിക്കുമ്പോൾ അയൽ വെള്ളം, നിങ്ങൾ കഴിക്കുമ്പോൾ അയൽ വെള്ളം വന്നിരുന്നു. കുഴപ്പമില്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞത്, അതുകൊണ്ട് കൊതിയൊന്നും ഇല്ല. ഇല്ല, ഞാൻ കഴിച്ചതാ, നല്ലോണം കഴിച്ചു ചോറ്. വിശന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പണിയാക്കാൻ തുടങ്ങിയത്. അവന് കംഫർട്ടുള്ളത് കിട്ടും, ഇരിക്കണ്ടേ. അല്ലെങ്കിൽ എന്നെ തന്നെ ഇരുട്ടിട്ടാക്കിക്കൊണ്ടിരിക്കും. പറഞ്ഞാൽ എനിക്ക് വേണ്ട, ഇങ്ങനെ എടുക്കണ ഫ്ലിപ്പ് ചെയ്തില്ല. അബദ്ധം, വീണ്ടും അബദ്ധം. ഇടയ്ക്കിടയ്ക്ക് അബദ്ധം പറ്റും, കിളി പോയി ഇടക്കിടയില്ല. അതുകൊണ്ട് അപ്പോ സോനു അതല്ലേ ഡ്രസ് എടുത്തേ? ഓക്കെ, അവന് കംഫർട്ട് വേണം, അല്ലെങ്കിൽ സോനിനെ ഇറിറ്റേറ്റ് ഓണക്കോടിയാണ് സൈലുവിന്റെ, എംബ്രോന്റെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ വേറെ എന്താണ്, എബ്ബു ഫുഡ് കഴിക്കാൻ കേക്കുള്ള കരയാനുണ്ട്. പക്ഷെ അവന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവൂല പോവാൻ വേണ്ടിട്ട്. സുനു റെഡിയാണോ? എല്ലാം പാക്ഡ് ആണോ? യെസ്, സുനു എല്ലാം പാക്ഡ് ആണ്, സോനും പാക്ഡ് ആണ്, ഞാൻ പാക്ഡ് ആണ്. ലാസ്റ്റ് ബേബി പാക്ക് ആക്കിയിട്ടില്ല ഗൈസ്, വെറുതെ ഇവിടെ ചിക്കൻ തിന്നുകൊണ്ടിരിക്കുക.
ബേബി ഔട്ട് ഓഫ് കൺട്രി പോണതൊക്കെ നോക്കണം. ഒരു നൈറ്റ് ഫ്ലൈറ്റ് ആക്കി ഈവനിങ് പാക്ക് ആക്കിയിട്ട് ഒറ്റ പോകും. നമ്മൾ എല്ലാരായിട്ട് പോവാനാണ് അത് പറയാൻ പറ്റില്ല. സുരുവിടെ ആക്ഷൻ കളിക്കാം. ഞാൻ 5 പാന്റ് 5 ടീഷർട്ട് 10 പറയുമ്പോഴത്തേ സുരു വേറെ അവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തോല്ലേ മെയിൻ കാര്യം ഭയങ്കര ഹാങ് ഓവർ ആണ് ഉറങ്ങിച്ചത്. എന്നെ ഇടക്ക് നോക്കും കരയൂ എന്നിട്ട് ചിരിക്കും. അതുകൊണ്ടാണ് ചിക്കൻ തിന്നോണ്ടിരിക്കുന്നത് നോൺ സ്റ്റോപ്പ് ആയിട്ട്. ഞാൻ മെയിൻ ആയിട്ട് ക്യാമറ ഓൺ ആക്കിയത് എന്തോ പറയാൻ വേണ്ടി ആ മാറ്റർ ഞാൻ വിട്ടു. ഈ ചെറുക്കൻ എങ്ങനെ ഇപ്പൊ ഫുഡ് കഴിപ്പിക്കുന്നു ഞാൻ ഓർത്തോണ്ടിരിക്കുന്നു. നിങ്ങല്ല നിങ്ങൾ കഴിക്കുന്നു എനിക്ക്. ബാക്കി പാക്കിംഗ് നോക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ നമ്മൾ ഇറങ്ങും. ഇനി കൂടുതൽ ഇല്ല, ഞാൻ ആയിട്ടില്ല. ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടില്ല. ഞാൻ പോകുമ്പോഴാണ് ആവണത്. എന്നിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാതെ ഫ്രീ ആയിട്ടൊരു ഡ്രസ് ഇട്ടിട്ടാണ് ഇറങ്ങണേ. അതാണ് എനിക്കൊരു കംഫർട്ട് ജേർണി ചെയ്യുമ്പോൾ. അപ്പൊ എബുന് എങ്ങനെയെങ്കിലും ഞാൻ ഫുഡ് കൊടുപ്പിക്കട്ടെ. എന്റെ കൊറേ മലയാളം മിസ്റ്റേക്ക് ഞാൻ പറയണായിരുന്നു. സോണു അടുത്തുണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്തേനെ. ഞാനിങ്ങനെ തലക്കിളി പോയിട്ട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. ഓരോരുത്തർ തിരക്കിലാണ്. സോ യെസ് ഗൈസ്, അപ്പൊ ഇൻഷാല്ല നമ്മൾ മാംഗ്ലൂർ പോട്ടെ. മാംഗ്ലൂർ എന്തിനാ പോണേ എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും പറയാൻ പോണത്. അപ്പൊ തൽക്കാലം ഈ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ കുത്തപിടിച്ചിട്ട് ഞാനാ കഴിഞ്ഞ ഗ്രൂപ്പില് 3-4 ദിവസത്തേക്ക് പോണേന്ന് പറഞ്ഞു. അതല്ലേ പറഞ്ഞോളൂ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് ചെയ്തോളൂ. പറഞ്ഞില്ല. അപ്പോ ബാ വൈൻഡപ്പ് ചെയ്തിട്ട് പോവാം. അപ്പൊ ഇനി ഇത് നീട്ടി കൊണ്ടുപോയാൽ ബാക്കി കാര്യങ്ങളൊന്നും നടക്കൂല ഗൈസ്. ക്യാമറയുടെ ഞാൻ ക്യാമറയുടെ അടുത്തേ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് ഓഫ് ആക്കിയിട്ട് ചാർജ് വെക്കണം. ചാർജൊക്കെ തീരാറായി. ചാർജ് വെച്ചിട്ട് വേണം നമുക്ക് ജേർണി തുടങ്ങാൻ. ജേർണി ഇപ്പൊ ഒരു വിധി 1 നമ്മൾ തുടങ്ങും. ജോണി 7 മണിക്കുള്ളിൽ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ല കാണാം. സോ യു ഗൈസ് സ്റ്റേ ട്യൂൺഡ്. ബൈ. ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്ക്. ബൈ ബൈ ഗൈസ്.